ഹായ് ഹലോ. അപ്പോ ഇന്ന് നമ്മളുള്ളത് ചിറയൻകീഴിലുള്ള ലാറ്റ് ബിലൂൺ മേക്ക് ഓവർ സ്റ്റുഡിയോയിലാണ് നമ്മൾ ഉള്ളത്. അപ്പൊ ഇന്ന് നമുക്കിവിടെ ഒരു ക്ലയന്റ് ഉണ്ട്. അപ്പൊ ആ ക്ലയന്റിന്റെ ഹെയർ എന്താണ് ആ ക്ലയന്റിന് ആവശ്യമുള്ളതെന്ന് നമുക്കൊന്ന് അറിയാം. ഓക്കെ മാഡം, ഗുഡ് മോർണിംഗ്. ഓക്കെ, മാമിന്റെ ഹെയർ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ഹെയറിന് എന്താണ് ആവശ്യം? എന്താണ് ഹെയറിന്റെ പ്രശ്നം? എന്റെ ഹെയർ ഭയങ്കര ഡ്രസ്സിയാണ്. ഒരുപാട് നാളായി ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഒരു പോർഷൻ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ബോട്ടോക്സ്, നാനോപ്ലാസ്റ്റി എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും റൂട്ട് വളർന്നിട്ട് സ്മൂത്തനിങ് ചെയ്ത പോർഷൻ ഭയങ്കര ഫ്രിസി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി എല്ലാം വലിയ കുഴപ്പമില്ല, പക്ഷെ ഓൾറെഡി എന്റെ മുടി ഫ്രിസിയാണ്. അപ്പൊ അതൊന്ന് കൺട്രോൾ ചെയ്ത് കുറച്ച് ഷൈനിങ് ഹെൽത്തി ആയിട്ട് മുടിയാണ്. ഓക്കെ, അപ്പം ഈ ഹെയർ ഇപ്പൊ മാഡം പറഞ്ഞത് ഓൾറെഡി കുറെ ട്രീറ്റഡ് ആയിട്ടുള്ള ഹെയർ ആണ്. ഈ എൻഡ് പോർഷനിലേക്ക് വന്നിട്ട് ഇവിടെയൊക്കെ സ്മൂത്തനിങ് ആണ് വന്നിരിക്കുന്നത്. അതിന്റെ മേലോട്ട് കുറച്ച് പോർഷൻ ബൊട്ടോക്സ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. സ്ട്രക്ചർ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ഏത് ബൊട്ടോക്സ് ആണെന്ന് എനിക്കറിയില്ല. നോർമലി ബൊട്ടോക്സിന് ഇതിനകത്തൊരു ചേഞ്ചസ് വരേണ്ടതാണ്. ആ ഒരു ചേഞ്ചസ് പ്രസന്റ്ലി ഇതിനകത്ത് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ വന്നിട്ട് കുറച്ച് പോർഷൻ ഒറിജിനൽ ആയിട്ടുള്ള ഹെയർസ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ മാഡം പറഞ്ഞ പോലെ തന്നെ ഫ്രിസിനെസ് ഉണ്ട്. എന്റെ പോർഷനിലേക്ക് ഫ്രിസിനെസ് ഉണ്ട്, പ്ലസ് ടാങ്കിൾസും വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് വെൽവെറ്റിന്റെ നാനോപ്ലാസ്റ്റിയ എന്ന ട്രീറ്റ്മെന്റ് ആണ്. നമ്മളത് ചെയ്തതിന് ശേഷം നമുക്ക് അതിന്റെ ഒരു റിസൾട്ട് നോക്കാം. ഓക്കെ, അപ്പോ നമ്മുടെ ഇന്നത്തെ ട്രീറ്റ്മെന്റ് ഇവിടെ തീർന്നിട്ടുണ്ട്. നാനോപ്ലാസ്റ്റി ആയിരുന്നു ഈ ഹെയർ ചെയ്തിരുന്നത്. ഡ്രൈനസ് ഉണ്ടായിരുന്നു, ഹെയർ കളർ ചെയ്ത ഹെയർ ആയിരുന്നു. അപ്പൊ നമുക്ക് അവളോട് തന്നെ ചോദിക്കും. ഇപ്പൊ നമുക്ക് അതിന്റെ റിസൾട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതാണ് നമുക്ക് ഈ ഹെയറിൽ കിട്ടിയിരിക്കുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിലേക്ക് ആ ഹെയർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ഷൈനിങ് ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് അതിനകത്ത് ആ ലൈറ്റ്സിൽ ആ റിഫ്ലക്ട് ചെയ്യുന്നത് കാണുമ്പോൾ അറിയാൻ പറ്റും. കണ്ടോ, അതാ ഈ ഒരു രീതിയിൽ ഹെയർ അത്രയും നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്തൻ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണ് ഇപ്പോൾ, അതായത് നിലവിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഹെയർ ഇപ്പം പ്രസന്റ്ലി എന്തൊക്കെയാണ് ഒരു ഫീൽ തോന്നുന്നത്? കുറച്ച് ഡാമേജ് ഒക്കെ ആയിരുന്നു. ഇപ്പൊ നല്ല കുറച്ച് സ്ട്രെങ്ത് ആയിട്ടും ഷൈനിങ്ങും സോഫ്റ്റ്നെസ്സും ഒക്കെ ആയിട്ട് ഹെയർ നന്നായിട്ടൊന്ന് ഫ്രീ ആയിട്ടില്ല. അതായത് ഇപ്പൊ നമുക്ക് മറ്റേത് കോമ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് അല്ലായിരുന്നു. ഇപ്പൊ നമുക്ക് നല്ല ഈസി ആയിട്ട് കോമ്പ് ചെയ്യാൻ പറ്റുന്നു. ജസ്റ്റ് ഒന്ന് കോമ്പ് ചെയ്യാൻ നോക്കിക്കോ. സിമ്പിൾ അല്ലേ? അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ നാനോപ്ലാസ്റ്റിയുടെ ട്രീറ്റ്മെന്റ്, അതിന്റെ ഫൈനൽ ലുക്ക്. അപ്പോ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.